നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ ആകാശയുദ്ധങ്ങളിൽ വിപ്ലവകരമായ മാറ്റത്തിനൊരുങ്ങി അമേരിക്ക. ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കുവാൻ ലക്ഷ്യമിട്ട് അത്യാധുനിക മൊറോബ്സ് ആന്റി ഡ്രോൺ സംയുക്തം US വിന്യസിപ്പിച്ചിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെയും സഖ്യകക്ഷികളെയും ലക്ഷ്യമിട്ടുള്ള ശത്രു ഡ്രോണുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഡ്രോണുകളെ നേരിടുവാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു കൗണ്ടർ ഡ്രോൺ സാങ്കേതിക വിദ്യയാണ് മൊറോബ്സ്. സാധാരണ റഡാർ സംവിധാനങ്ങൾക്ക് കണ്ടെത്തുവാൻ പ്രയാസമുള്ള ചെറിയ ഡ്രോണുകളെ സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ചറിയുവാൻ ഇതിന് കഴിയും. പക്ഷികളിൽ നിന്നോ ചെറിയ വിമാനങ്ങളിൽ നിന്നോ ശത്രു ഡ്രോണുകളെ വേർതിരിച്ചറിയുവാൻ ഈ സാങ്കേതിക വിദ്യയായ AI കരുത്ത് സഹായിക്കും. സാധാരണ ഡ്രോണുകൾ റേഡിയോ സിഗ്നലുകളെയോ GPS ജാം ചെയ്താൽ ദിശ തെറ്റി വീഴാറുണ്ട്. എന്നാൽ മൊറോബ്സ് സിസ്റ്റം കമ്പ്യൂട്ടർ വിഷൻ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതായത് സിഗ്നലുകൾ നഷ്ടപ്പെട്ടാലും ക്യാമറകൾ ഉപയോഗിച്ച് ശത്രുവിനെ കണ്ടെത്തി മനസ്സിലാക്കി പിന്തുടരുവാൻ ഇതിന് ശേഷിയുണ്ട്. ഒരു ഇടത്തരം പിക്കപ്പ് ട്രക്കിന്റെ പിൻഭാഗത്ത് പോലും കൊണ്ടുവയ്ക്കാവുന്ന അത്ര ചെറുതാണ് ഈ പ്ലാറ്റ്ഫോം. ശത്രു ഡ്രോണുകൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ മൊറോബ്സിൽ നിന്നും വിക്ഷേപിക്കുന്ന പ്രതിരോധ ഡ്രോണുകൾ അവയിൽ പോയി ഇടിച്ചു തകർക്കുന്നു. ഉപഗ്രഹ സിഗ്നലുകളോ ആശയവിനിമയ സംവിധാനങ്ങളോ ശത്രുക്കൾ ജാം ചെയ്താൽ പോലും സ്വയം പ്രവർത്തിക്കുവാൻ മൊറോബ്സിന് ശേഷിയുണ്ട്. മൊറോബ്സ് സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗം റോഡ് റണ്ണർ എന്നറിയപ്പെടുന്ന ഡ്രോണുകളാണ്. ഇവയ്ക്ക് വെർട്ടിക്കലായി കുതിച്ചുയരുവാനും ഇറങ്ങുവാനും കഴിയും. ഒരു ശത്രു ഡ്രോൺ കണ്ടാൽ റോഡ് റണ്ണർ അതിവേഗം കുതിച്ച് അതിൽ ചെന്ന് ഇടിച്ച് തകരും. ലക്ഷ്യം മാറുകയാണെങ്കിൽ ഇവ തനിയെ ബേസിലേക്ക് മടങ്ങിയെത്തുകയും അടുത്ത ദൗത്യത്തിലേക്ക് റീചാർജ് ചെയ്ത് തയ്യാറാവുകയും ചെയ്യും. നിലവിൽ കോടികൾ വിലയുള്ള മിസൈലുകൾ ഉപയോഗിച്ചാണ് അമേരിക്ക ഡ്രോണുകളെ തകർക്കുന്നത്. എന്നാൽ വളരെ കുറഞ്ഞ ചെലവിലുള്ള ശത്രു ഡ്രോണുകളെ നശിപ്പിക്കുവാൻ വലിയ തുക ചെലവാക്കി സാമ്പത്തികമായി നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇതിന് പരിഹാരമായിട്ടാണ് കുറഞ്ഞ ചെലവിൽ പ്രവർത്തിക്കുന്ന മൊറോബ്സ് വിന്യസിപ്പിക്കുന്നത്. ഉക്രൈൻ യുദ്ധത്തിൽ വിജയകരമായി പരീക്ഷിച്ച ശേഷമാണ് ഈ സംവിധാനം മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിക്കുന്നത്. നിലവിൽ ഇറാന്റെ ഷാഹദ് പോലുള്ള ഡ്രോണുകൾ വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്നവയാണ്. ഇവയെ തകർക്കുവാൻ അമേരിക്ക ഉപയോഗിക്കുന്ന പാട്രിക് മിസൈലുകൾക്ക് കോടികളാണ് വില. 20,000 രൂപയുടെ ഡ്രോൺ വീഴ്ത്തുവാൻ 20 കോടിയുടെ മിസൈൽ ഉപയോഗിക്കുന്നത് സാമ്പത്തികമായി അമേരിക്കയെ തളർത്തും. ഇതിന് പരിഹാരമായിട്ടാണ് കുറഞ്ഞ ചെലവിൽ ഉയർന്ന പ്രതിരോധം എന്ന നിലയിൽ മൊറോബ്സ് എത്തുന്നത്. മിഡിൽ ഈസ്റ്റിൽ പാട്രിയറ്റ്, താഡ തുടങ്ങിയ കരുത്തുറ്റ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയ്ക്കുണ്ടെങ്കിലും ഡ്രോണുകളെ തടയുവാൻ കൃത്യമായ ഒരു ഉപകരണം ഇതുവരെയും ഉണ്ടായിരുന്നില്ല. ഇറാനിൽ ഡ്രോൺ ഭീഷണി നേരിടുവാൻ മൊറോബ്സ് വിന്യസിക്കുന്നതോടെ ഈ പോരായ്മ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.